പ്രിയ കൂട്ടുകാരെ, മേരീസ് ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 ബോട്ടണിയുടെ ചാപ്റ്റർ 1 റീപ്രൊഡക്ഷൻ ഓർഗാനിസം, അതിലെ പാർട്ട് 6 ആണ് ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 5 പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആയിരുന്നു പഠിച്ചത്. അതിൽ ഗമീറ്റോജീനസിസ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവരും അത് പഠിച്ചു കാണുമല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗമീറ്റ് ട്രാൻസ്ഫർ ആൻഡ് ഫെർട്ടിലൈസേഷൻ. നമുക്ക് എന്താണെന്ന് നോക്കാം. ദെൻ in gamete transfer, male and female gametes should be physically brought together to facilitate fusion in fertilization. Fertilization പ്രോസസ്സിൽ മെയിൽ ഗമീറ്റ്സും ഫീമെയിൽ ഗമീറ്റ്സും ഫിസിക്കലി അടുത്ത് വന്നെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, മിക്കവാറും എല്ലാ ഓർഗാനിസത്തിലും മെയിൽ ഗമീറ്റ് ഈസ് മോട്ടൈൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ഈസ് സ്റ്റേഷനറി. മെയിൽ ഗമീറ്റ്സിന് ചലിക്കാനുള്ള കഴിവുണ്ട്, ഫീമെയിൽ ഗമീറ്റ് സ്റ്റേഷനറിയാണ്. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. ഫംഗസിലും ആൽഗയിലുമെല്ലാം രണ്ട് ഗമീറ്റ്സും മോട്ടൈൽ ആയിരിക്കും. അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഐസോഗമീറ്റ്സ് നമ്മൾ പഠിച്ചതാണ്. രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സിന് മൂവിങ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അവയ്ക്കെല്ലാം ഒരു മീഡിയം വേണം. എന്താണ്? മെയിൽ ഗമീറ്റ്സ് മൂവ് ചെയ്യാനായിട്ട്. In several simple plants like algae, bryophytes and pteridophytes, water is the medium through which gametes transfer take place. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ല. അതുപോലെ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ടു കോമ്പൻസേറ്റ് ദ ലോസ് ഡ്യൂറിങ് ദി ട്രാൻസ്ഫർ. അപ്പോൾ ഈ ഓർഗാനിസത്തിലെല്ലാം മോട്ടൈലായിട്ടുള്ളത് മെയിൽ ഗമീറ്റ്സ് ആയതുകൊണ്ട് അവ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവയുടെ ലോസ് കുറയ്ക്കുന്നതിന് അതിന് വേണ്ടിയിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ മെയിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. The next one, gamete transfer in seed plants. In seed plants, pollen grains are the carriers of male gametes and ovules have the egg. ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ അത് പഠിച്ചതാണ്. സീഡ് പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻസിലാണ് മെയിൽ ഗമേറ്റ് കാണുന്നത്, അതുപോലെ ഓവ്യൂളിലാണ് എഗ്ഗ് കാണപ്പെടുന്നത്. Pollen grains are produced in anthers, therefore have to be transferred to the stigma before it can lead to fertilization. Pollen grains എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൻതറിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഫെർട്ടിലൈസേഷന് മുൻപ് പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഞാനവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഗൈനീഷ്യത്തിൻ്റെ ഒരു ഡയഗ്രമാണ്. അതിൻ്റെ പാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഓർമ്മിക്കുന്നുണ്ട്? ഏതൊക്കെയാണ് പാർട്ടുകളെന്ന്? ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. അതിൽ സ്റ്റിഗ്മയിൽ ആണ് പോളൻ ഗ്രെയിൻസിന് റിസീവ് ചെയ്യുന്നത്. അതുപോലെ അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഓവ്യൂളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പോളിനേഷൻ. പോളിനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ? The process of transfer of pollen grains from anther to the stigma of the flower is called pollination. അതായത് പോളൻ ഗ്രെയിൻസിനെ ആന്തറിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് പോളിനേഷൻ എന്ന് പറയുന്നു. ഞാനപ്പോൾ അതിൻ്റെ ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ പോളിനേഷൻ ഡയഗ്രാമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആന്തർ മച്ചുറാകുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് സ്റ്റിഗ്മയിലോട്ട് അത് വീഴുന്നു. ആ പ്രോസസ്സിനാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. In bisexual self-fertilizing plants, example P, transfer of pollen grains to the stigma is relatively easy as anthers and stigma are located close to each other. നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സിലാണെങ്കിൽ ഈ പ്രോസസ്സ് വളരെ ഈസിയായിട്ട് നടക്കുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾ ഡയഗ്രത്തിൽ നോക്കിയാൽ തന്നെ അറിയാം. സ്റ്റിഗ്മയും അതുപോലെ തന്നെ ആന്തറും വളരെ അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് പോളൻ ഗ്രെയിൻസ് സൂൺ ആഫ്റ്റർ ദെയർ ഷെഡ് കം ഇൻ ടു കോൺടാക്ട് വിത്ത് സ്റ്റിഗ്മ. പെട്ടെന്ന് തന്നെ ആന്തർ മച്ചുറായി കഴിയുമ്പോൾ അത് ഷെഡ് ചെയ്യുകയും സ്റ്റിഗ്മയായിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നു. Pollen grains germinate on the stigma and the pollen tubes carrying the male gametes reach the ovule and discharge male gametes near the egg. അപ്പോൾ ഇവിടെ പോളൻ ട്യൂബ് ഫോം ചെയ്യുകയും പോളൻ ട്യൂബിൽ കൂടി മെയിൽ ഗമീറ്റ്സ് ഡിസ്ചാർജ് ചെയ്യുകയും അത് എഗ്ഗിന് നിയറിൽ വന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഡയേഷ്യസ് അനിമലിലാണെങ്കിൽ നമുക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിലാണ് അത് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫെർട്ടിലൈസേഷൻ ആൻഡ് സിംഗമി. എന്താണ് ഫെർട്ടിലൈസേഷൻ? ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ ഓർ സിംഗമി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഡെഫിനിഷൻ നേരത്തെ തന്നെ. ഫെർട്ടിലൈസേഷൻ, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. സിംഗമി റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഡിപ്ലോയിഡ് സൈഗോട്ട്. രണ്ട്
ഹാപ്ലോയിഡ് ഗമീറ്റ്സ് ആണ് ജോയിൻ ചെയ്യുന്ന മെയിൽ ഗമീറ്റ് ആൻഡ് ഫീമെയിൽ ഗമീറ്റ്. അത് ഫ്യൂസ് ചെയ്യുമ്പോൾ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഈസ് പാർത്തനോജീനസിസ്. എന്താണ് പാർത്തനോജീനസിസ് എന്ന് പറയുന്നത്? ദ ഫീമെയിൽ ഗമീറ്റ് അണ്ടർഗോസ് ഡെവലപ്മെൻറ്റ് ടു ഫോം ന്യൂ ഓർഗാനിസംസ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് പാർത്തനോജീനസിസ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് റോട്ടിഫേഴ്സ്, അതുപോലെ ഹണി ബീസ് എന്നിവ 2 ഓർഗാനിസത്തിൻ്റെ ഹണി ബീസ്, അതുപോലെ ടർക്കി ബേർഡ്സിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫീമെയിൽ ഗമീറ്റ് അല്ലെങ്കിൽ എഗ്ഗ് അത് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കാതെ തന്നെ എഗ്ഗ് ഡെവലപ്മെൻറ്റ് നടന്ന് ഒരു ന്യൂ ഓർഗാനിസം ഫോം ചെയ്യുന്നു. അതിനാണ് നമ്മൾ പാർത്തനോജീനസിസ് എന്ന് പറയുന്നത്. റോട്ടിഫേഴ്സ് ആണ് എക്സാമ്പിൾ. ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്ന പിക്ചർ റോട്ടിഫേഴ്സിൻ്റെയാണ്. രണ്ടാമത്തെ പിക്ചർ ടർക്കി ബേർഡിൽ. അതുപോലെ ഹണി ബീസ് നിങ്ങൾക്കറിയാം. റോട്ടിഫേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു അക്വാട്ടിക് ആനിമൽസ് ആണ്. ഫൗണ്ട് ഇൻ മെനി ഫ്രഷ് വാട്ടർ എൻവയോൺമെൻറ്റ്സ് ആൻഡ് ഇൻ മോയ്സ്റ്റ് സോയിൽ നനവുള്ള മണ്ണിലും അതുപോലെ തന്നെ അക്വാട്ടിക്കിലും കാണപ്പെടുന്ന ഒരു മൈക്രോസ്കോപ്പിക് ഓർഗാനിസമാണ് റോട്ടിഫേഴ്സ്. അതിൽ പാർത്തനോജീനസിസ് കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഷൻ. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 തരത്തിലെ ഫെർട്ടിലൈസേഷൻ? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. അതിൻ്റെ ആ ടേമിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഫെർട്ടിലൈസേഷൻ വിച്ച് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസം ഇൻ ദ എക്സ്റ്റേണൽ മീഡിയം. ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് വെളിയിൽ കാണപ്പെടുന്ന ഒരു എക്സ്റ്റേണൽ മീഡിയത്തിൽ നടക്കുന്നതാണ്. എക്സാമ്പിൾ ബോണി ഫിഷസ് ആൻഡ് ഫ്രോക്സ്. അപ്പോൾ ഞാൻ അതിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് സിങ്കോണി, ദാറ്റ് മീൻസ് റിലീസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് അറ്റ് ദി സെയിം ടൈം. ഇറ്റ് എൻഹാൻസ് ദ ചാൻസ് ഓഫ് സിംഗമി ഇൻ ദ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇവിടെ മെയിൽ ഗമീറ്റ്സും ഫീമെയിൽ ഗമീറ്റ്സും ഒരേ സമയം റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഫെർട്ടിലൈസേഷനുള്ള ചാൻസ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പീഡപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ്. ഇതുവഴി നമുക്ക് കൂടുതൽ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഓഫ്സ്പ്രിങ്സ് ആർ വൾണറബിൾ ടു പ്രിഡേഷൻ. അപ്പോൾ അത് മറ്റുള്ള സസ്യങ്ങൾ ഭക്ഷണം ആക്കാനുള്ള മറ്റുള്ള ജന്തുക്കൾ ഇവയെ ഭക്ഷണമാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉള്ളി ലിമിറ്റഡ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ് അറ്റൈൻ അഡൽട്ട്ഹുഡ്. വളരെ കുറച്ച് മാത്രമേ മച്ചുറാകുകയുള്ളൂ. അപ്പോൾ അവയുടെ ലൈഫ് സൈക്കിളിലെ പല ഘട്ടങ്ങളിൽ വെച്ച് അവയെ മറ്റുള്ള ഓർഗാനിസംസ് ഭക്ഷിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് മാത്രമേ അഡൽട്ട്ഹുഡിൽ എത്തിച്ചേരുന്നുള്ളൂ. Next one is internal fertilization. The syngamy or fertilization which occurs inside the body of organisms is called internal fertilization. Fertilization ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് അകത്താണ് നടക്കുന്നത്. അതിനാണ് നമ്മൾ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, അതുപോലെ പ്ലാന്റ്സിൽ ബ്രയോഫൈറ്റ്സ്, ടിരിഡോഫൈറ്റ്സ്, ജിംനോസംസ്, ആൻജിയോസംസ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച മേജർ പ്ലാന്റ് ഗ്രൂപ്പ്സ് ആണ്. ഇവയിലെല്ലാം ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. ആപ്പിള് അതൊരു ആൻജിയോസ്പേമാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ജിംനോസ്പേം. ഇവയിലെല്ലാം ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്. The egg is retained in the body of an organism. Number of eggs produced is very less. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനിൽ എഗ്ഗ് ബോഡി ഓർഗാനിസത്തിൻ്റെ അകത്ത് തന്നെയാണ് റിറ്റൈൻ ചെയ്യുന്നത്. അതുപോലെ നമ്പർ ഓഫ് എഗ്സ് പ്രൊഡ്യൂസ്ഡ് ഈസ് വെരി ലെസ്. The male gamete is motile. Organisms produce a large number of sperms. Male gamete motile ആണ്. അതുപോലെ ലാർജ് നമ്പർ ഓഫ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. In seed plants, the non-motile male gamete are carried to female gamete by pollen tubes. അപ്പോൾ സീഡ് പ്ലാന്റ്സിലാണെങ്കിൽ മെയിൽ ഗമീറ്റ് നോൺ മോട്ടൈലാണ്. അത് ഫീമെയിൽ ഗമീറ്റിലോട്ട് ക്യാരി ചെയ്യുന്നത് പോളൻ ട്യൂബിൽ കൂടെയാണ്. നമ്മളത്
ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പോളിനേഷൻ്റെ സമയത്ത് അതിൻ്റെ ഡയഗ്രാം ഞാൻ കൊടുത്തിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമല്ലോ. പോളൻ ട്യൂബ് ഫോർമേഷൻ, പോളിനേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ പോളൻ ഗ്രെയിൻസ് ആൻതറിൽ നിന്നും സ്റ്റിഗ്മയിലാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോളൻ ട്യൂബ് ഫോം ചെയ്യുകയും പോളൻ ട്യൂബാണ് മെയിൽ ഗമീറ്റ്സിനെ ക്യാരി ചെയ്ത് എഗ്ഗിൻ്റെ അവിടെ എത്തുകയും ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.